പാലക്കാട് ജില്ല, പാലക്കാട്ടെ രണ്ട് മണ്ഡലങ്ങൾ വളരെ സജീവമായ ചർച്ചയിലാണ് ഉള്ളത്. അതിലൊന്ന് പാലക്കാട് രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഒരു അന്തിമഘട്ട ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നിട്ടുണ്ട് എന്നാണ്. പിഷാരടി മത്സരിച്ചാൽ വിജയിക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. പക്ഷേ മറ്റൊരു വിഭാഗം പറയുന്നത് വളരെ ശക്തനായ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് വരണം എന്ന നിലപാടെടുക്കുന്നവരുണ്ട്. ഒപ്പം തന്നെ നെന്മാറയിൽ കെ ബാബു CPM-നോട് അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൽ CPM-നോട് അതൃപ്തി പ്രകടിപ്പിക്കുന്ന കെ ബാബുവിനെ പിന്തുണയ്ക്കണമെന്ന ചില ചർച്ചകളൊക്കെ നേരുന്നു. പക്ഷെ അങ്ങനെയില്ല, എ തങ്കപ്പൻ തന്നെ അവിടെ മത്സരിക്കും എന്നതാണ്. അമൽ തേനമ്പറമ്പിൽ പറയും. അമൽ, പാലക്കാടിന്റെ രണ്ടിടങ്ങളിൽ അതിൽ കുറച്ചുകൂടി ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന പാലക്കാട് ആര് വരും എന്ന് തന്നെയാണ്. രമേശ് പിഷാരടി എന്ന പേരിലേക്ക് ഉറയ്ക്കുകയാണോ? പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രനെയാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. BJP-യുടെ വളരെ ശക്തമായ അല്ലെങ്കിൽ ശക്തിയായ ഒരു സ്ഥാനാർത്ഥി അവിടെ വരും എന്നൊരു തീരുമാനത്തിൽ നിൽക്കുമ്പോൾ പിഷാരടിയിൽ നിൽക്കുകയാണോ കോൺഗ്രസ്? പാലക്കാടത്തെ സീറ്റ് നിർണയ ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. പാലക്കാട് ആര് മത്സരിക്കുമെന്നുള്ളത് പ്രധാന ചോദ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും മത്സരത്തിലില്ല. അപ്പോൾ ആരാണ് രാഹുലിന് പകരക്കാരൻ എന്നുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടന്നിരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ആ ചർച്ച എത്തിച്ചേരുന്നത് രമേശ് പിഷാരടി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. രമേശ് പിഷാരടി സ്ഥാനാർത്ഥിയായാൽ വിജയിക്കാൻ കഴിയും, സാമുദായിക സമവാക്യം അടക്കം അനുകൂലമാണ് എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല CPM ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആകുന്നേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ BJP-യെ നേരിടാൻ രമേശ് പിഷാരടിക്കാകും എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. മാത്രമല്ല ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ നിലവിൽ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലുമെല്ലാം രമേശ് പിഷാരടിക്ക് ശക്തമായ പിന്തുണ നൽകുന്നുമുണ്ട്. കാര്യമായ എതിർപ്പ് ആ വിഷയത്തിൽ അവിടെ ഉയർന്നു വരുന്നില്ല. പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന ഏകദേശം ഉറപ്പാണ്. പക്ഷേ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. ഒരു രാഷ്ട്രീയ ശരി, എന്തായാലും ഇന്ന് തീരുമാനമുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വളരെ ആകാംക്ഷയോടെ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്.